24 മണിക്കൂർ എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ വിജയിക്കുന്ന ആളുകൾ എന്താണ് വേറിട്ട് ചെയ്യുന്നത്? ഒരു ദിവസത്തിൽ എനിക്ക് 24 മണിക്കൂറാണ്, എലോൺ മാസ്കിന് 24 മണിക്കൂറാണ്, അബ്ദുൽ കലാമിനും എല്ലാവർക്കും 24 മണിക്കൂറാണ്. പക്ഷെ ചില ആളുകൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ മറ്റു ചിലർ ഒരു ദിവസം പോലും നിയന്ത്രിക്കാൻ കഴിയാതെ ആ സമയം എങ്ങനെയോ കടന്നു പോകുന്നു. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് സമയമില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ സമയം കുറവല്ല, നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം. ഒരു ദിവസം 24 മണിക്കൂറാണല്ലോ, അതിൽ 7 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നു, 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നു, 2 മണിക്കൂർ ഭക്ഷണവും യാത്രയൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം ചേർന്നാലും ഇനിയും ഒരു 7 മണിക്കൂറാണ് ബാക്കിയുള്ളത്. പക്ഷെ ആ 7 മണിക്കൂർ എവിടെയാണ് ശരിക്കും നമുക്ക് പോകുന്നത്? ആ സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. നമ്മുടെയൊക്കെ ലൈഫിൽ 3 സൈലൻ്റ് ആയിട്ടുള്ള ടൈം കില്ലേഴ്സ് ഉണ്ട്. നമ്മളൊന്നും അധികം ശ്രദ്ധിക്കാത്ത ടൈം കില്ലേഴ്സാണിവ. ആദ്യത്തെ തന്നെ ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് ആണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ തുറക്കുന്നത്. പക്ഷേ ഒരു 45 മിനിറ്റ് 1 അവറൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ നല്ല സമയങ്ങൾ അവിടെ അങ്ങ് തീർന്നു പോവാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇന്ന് എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാറുണ്ട്. നമ്മുടെ കുറേ എനർജി അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം ഇത് ഒരു സമയം കൊല്ലി തന്നെയാണ്. കാരണം കൂടുതലും ആളുകൾ, സക്സസ് ആയിട്ടുള്ള ആളുകൾ, അവരൊക്കെ എപ്പോഴും ഒരു റുട്ടീൻ ലൈഫാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവിടെ അങ്ങനെ ചിന്തിച്ച് എനർജി സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ടൈം കില്ലറാണ്, പ്രയോറിറ്റി ഇല്ലാതെ നമ്മൾ ജോലി ചെയ്യുന്നു. കുറേ ജോലി ചെയ്യുന്നതിലല്ല കാര്യം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നതിലും അല്ല കാര്യം, പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ്. അതായത് നമ്മൾ ഒരു ദിവസത്തിലെ ജോലികളെ പ്രയോറിറ്റൈസ് ചെയ്യുക, ഏറ്റവും ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചെയ്യുക. അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്തതിന് അധികം സമയം കൊടുത്ത് നമ്മുടെ സമയം അവിടെ കളയാതിരിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സൈലൻറ്റ് ടൈം കില്ലേഴ്സാണ്. ഇനി നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ദിവസത്തിനെ ഉപയോഗിക്കാം, ഒരു ഫോർമുല, ഒരു 24 അവർ ഫോർമുലയാണ് ഞാൻ ഇനി പറയുന്നത്. നമ്മുടെ ദിവസത്തിലെ 8 മണിക്കൂർ നമ്മൾ എന്തായാലും ജോലി ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്ന ടൈമാണ്. നമ്മുടെ കരിയറിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇൻകത്തിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെയുള്ള 8 മണിക്കൂർ അത് പേഴ്സണൽ ഗ്രോത്ത് പ്ലസ് നമ്മുടെ ലൈഫാണ്. അതായത് നമുക്കതിൽ നമ്മുടെ എക്സസൈസ്, നമുക്ക് റീഡിങ്, ഫാമിലി ടൈം, ഇതെല്ലാം കൂടി ചെയ്യുന്നതാണ് പിന്നുള്ളൊരു 8 മണിക്കൂർ. അത് നമുക്ക് ലോങ് ടേം ഹാപ്പിനെസ് ആണ് തരുന്നത്. ഈ 8 മണിക്കൂറാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം. അത് എങ്ങനെ കൂടുതലായിട്ട് വിനിയോഗിക്കാമെന്ന് ഞാൻ വഴിയെ തന്നെ പറയാം. അടുത്ത 8 മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കഴിയുന്നതും 8 മണിക്കൂർ തന്നെ ഉറങ്ങുക. ചില ആളുകളുടെ ബോഡി 7 മണിക്കൂറിന് അല്ല 6 മണിക്കൂർ അങ്ങനെ സെറ്റായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയം, അധിക സമയം, അത് ബോണസാണ്. നിങ്ങൾക്കത് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി രണ്ടാമത് പറഞ്ഞ ആ 8 മണിക്കൂർ, അതാണ് ഞാൻ പറഞ്ഞു ലോങ് ടേം ഹാപ്പിനെസ് തരുന്നതാണ് ആ 8 മണിക്കൂർ. അതിൽ നിന്ന് 1 മണിക്കൂർ നമുക്ക് നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി മാറ്റിവെക്കാം. ഹാപ്പിനെസ്സിന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി മാറ്റിവെക്കാം. അതായത് ഒരു ദിവസം 1 മണിക്കൂർ നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു വർഷം കഴിയുമ്പോൾ 365 മണിക്കൂറാണ് നമ്മളൊരു കാര്യം പഠിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മളതിൽ മാസ്റ്ററായിട്ടുണ്ടാകും ഒരു സ്കില്ലിൽ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ വലിയൊരു മാറ്റമായിരിക്കും നമ്മളിൽ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ 24 അവർ ഫോർമുല നമ്മുടെ ലൈഫിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ 3 സീക്രട്ട് ടെക്നിക്സ് ആണ് പറയുന്നത്, കൂടുതലും പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന 3 സീക്രട്ട് ടെക്നിക്സ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റേ കണക്റ്റഡ്. ബൈ.